ഹായ് ഗായ്സ്, ഞാൻ പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ സാധാ ഫുഡായ ചോറും സാമ്പാറും പിന്നെ എന്തെങ്കിലും ഒരു തോരനും ചിലപ്പോൾ പപ്പടം കാണും, അച്ചാറും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പം എൻ്റെ പേര് അഖില. ഞാനപ്പോൾ ഇതൊന്ന് ചീറ്റുമായിരുന്നെങ്കിൽ ഇൻട്രോ കൊടുക്കുമായിരുന്നു. ഇത് ചീറ്റലും ഇല്ലല്ലോ ദൈവമേ. കാക്കയൊക്കെ പോണുണ്ട് ഗായ്സ്. ഇവിടെ തത്ത കാക്കയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. ഇപ്പം കാണുന്നില്ല, പക്ഷെ കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ ആണോ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ? എനിക്കിങ്ങനെ വാഴയൊക്കെയാണ് കാണുന്നത്, കുറേ വാഴകൾ. വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടാതെ കുക്കറിൽ ഞാൻ പരിപ്പ് സവാളയും വെച്ചിട്ടുണ്ട്, പച്ചമുളകും. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് ഇടില്ലല്ലോ. ഇടില്ല. ഉപ്പ് ഇടില്ല. ഞാൻ രാവിലത്തേട്ട് പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ടും ചെറുപയറുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാവിലത്തെ. ഗൈസ്, ഞാനില്ലേ ആദ്യം കാണിച്ചു ഒരു വീഡിയോ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചേക്കുന്നില്ല. ആ വീഡിയോയിലും ഇപ്പം കാണിച്ചേക്കുന്ന വീഡിയോയിലുണ്ട് വെജിറ്റബിൾസ്. ഒരു വെജിറ്റബിൾ കൂടുതലുണ്ട്. അത് ഏത് വെജിറ്റബിളാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പറയാം. അതായത് ഞാൻ ആദ്യം കാണിച്ചു കുറച്ച് വെജിറ്റബിൾസ് കാണിച്ചു. ഇപ്പം ഞാൻ കുറച്ചുകൂടെ വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് വെജിറ്റബിളാണ് കമൻറ്റ് ബിലോ. അപ്പോൾ ഗൈസ്, ഇത് തുറക്കാൻ നിങ്ങൾക്കൊക്കെ അറിയുമായിരുന്നോ? എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പഠിച്ചത്. ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് നമ്മൾ ഇതിട്ട് കൊടുക്കാം. അയ്യോ, ഒരു ഉരുളക്കിഴങ്ങ് താഴെ പോയി. നമുക്കത് കഴുകിയിട്ട് ഇടാം. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പുട്ടും പയറും ചായയും കുടിക്കാൻ പോവാണ്. ചേട്ടൻ സാമ്പാറായിട്ട് കഴിച്ചോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സാമ്പാറിൽ പുളി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉള്ളൂ എന്നാണ് വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഓർത്തൊന്ന് അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ഇത് ഇങ്ങനെ വിട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കും നമ്മൾ. അതാണ് പുളിവെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഞാനിത് മഞ്ഞപ്പൊടി മുളകുപൊടിയൊക്കെ ഇട്ട് ഞാൻ വെച്ചേക്കണതാണ്. അപ്പോൾ എൻ്റെ ചേട്ടന് ഞാൻ പുട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നില്ല. ആൾക്ക് എൻ്റെ ഈ സാമ്പാർ കൂട്ടി മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എനിക്ക് ഞാൻ ചെറുപയർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് സാമ്പാർ കൂട്ടിയേ ഞാൻ കഴിക്കണുള്ളൂ എന്നാണ് പറയണത്. എന്തൊരു ബിൽഡപ്പാണെന്ന് അറിയാൻ പാടില്ല. ചീറ്റുമെന്ന് എനിക്ക് അറിയാം. അല്ല, കുക്കർ ചീറ്റുമെന്നല്ല, ചീറ്റിപ്പോവും എന്നെനിക്കറിയാം. ചളി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നുന്നു. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്നുകൂടെ ഒന്ന് വേവിക്കട്ടെ. ഗൈസ്, ഞാനിപ്പോൾ ഇതിൽ വേവിച്ചിട്ട് കടുക് വറുത്തിടാൻ പോവാണ്. കടുകല്ല, ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കായപ്പൊടി, പിന്നെ കറി ലീഫും മല്ലിയില, ഇതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിടണം. അപ്പം ചിലപ്പോൾ അത് എനിക്ക് ഒറ്റ കൈ കൊണ്ട് പിടിച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊക്കെ ആയിരിക്കും ഇടുന്നത്. എന്തായാലും എൻ്റെ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ സാമ്പാർ ഫാൻ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. ആ കുക്കറോടുകൂടി എടുത്ത് തിന്നാൻ തരില്ല. ഒരു പ്ലേറ്റിലേക്ക് ആക്കി താടി ആക്കിത്താ. ഏതൊക്കെ കഷ്ണങ്ങൾ വേണം? കഷ്ണമൊന്നും വേണ്ട, എനിക്ക് ചാറ് മതി. അന്നെടുത്തോ? ഇല്ല, പറ എന്തെങ്കിലും. പറ എന്തെങ്കിലും. അങ്ങനെയല്ല, ശരിക്കും പറ. അടിപൊളി, കൊള്ളാം. ഉപ്പുമുളകൊക്കെ ഉണ്ടോ? ഉപ്പുമുളകൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയുള്ള? പിന്നെ ഉള്ളത് പിന്നെ നല്ല വിശപ്പുണ്ട്. അതല്ല, ഇത് ചെറുപയർ കൂട്ട്. എന്റെ സാമ്പാർ മാത്രം കൂട്ടി കഴിക്കാതെ ചെറുപയർ
ചെറുപയറ് വേണ്ടേ? അതും എന്റെ തന്നെയാണ് ചെറുപയർ. അത് അടിപൊളിയാണ്. ചെറുപയറ് വേണ്ടേ? വേണ്ട, ഞാൻ സാമ്പാറോട്ട് കഴിച്ചോളാം. ഓ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്. പപ്പടം വേണോ? വേണ്ട. ഇല്ല. വറക്ക് ഇല്ല, ഉച്ചക്ക് ചോറിന് വറക്കാം. പിന്നെ എന്തിനാ വേണമെന്ന് വെച്ച് കഴിക്കാം. തൊണ്ടേന്ന് ഇറങ്ങാൻ ഇത്തിരി വെള്ളം തരും. ദേ മുമ്പിലിരിക്കണേ തുറന്നെ. അല്ല, ഞാൻ തുറന്നോളാം. എനിക്ക് തുറന്നു തരണ്ട. എന്റെ പൊന്നക്കൊന്ന് എടുത്തിട്ട് പോയേടി.